ഇന്നത്തെ വീഡിയോയിൽ നാടൻ വിഭവങ്ങളായ ചക്കപ്പുളിശ്ശേരിയും ചക്ക അവിയലും മീൻകറിയും കൂട്ടിയുള്ള ഒരു ഉച്ചയൂണാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ചക്കപ്പുളിശ്ശേരിക്കായിട്ട് ചക്ക ചെറിയ കഷണങ്ങളാക്കി നീളത്തിലരിഞ്ഞതും പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കുക. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാനായി തേങ്ങ ചിരകിയതും ചുവന്നുള്ളിയും ജീരകവും ചേർത്ത് നന്നായിട്ട് നല്ല വെണ്ണ പോലെ അരച്ച് വെന്ത ചക്ക കഷ്ണങ്ങളിനകത്ത് ഇടുക. അതിന് നല്ലവണ്ണം ചൂടായി വരുമ്പോൾ നല്ല കട്ട തൈര് കലക്കി ഒഴിക്കുക. ഇതിലേക്ക് കടുക് വറുത്തത്, കടുക്, ഉലുവായ്, ചുവന്ന മുളക്, കറിവേപ്പില ഒക്കെ ഇട്ട് കടുക് താളിച്ച് ഒഴിച്ച് എടുത്താൽ നല്ല സൂപ്പർ ചക്കപ്പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ചക്ക അവിയൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചക്ക നീളത്തിലരിഞ്ഞതും കുറച്ച് ചക്കക്കുരുവും അഞ്ചാറ് കഷ്ണം മുരിങ്ങയ്ക്കായും പച്ചമുളകും അരിഞ്ഞിടുക. ഈ ചക്കയും മുരിങ്ങയ്ക്കായും കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. ഇതിലേക്ക് നമുക്ക് അരപ്പിനായിട്ട് തേങ്ങയും ചുവന്ന ഉള്ളിയും 2 കഷ്ണം വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് അവിയലിന് അരയ്ക്കുന്ന രീതി ഉണ്ടല്ലോ, ഒരുപാട് അരയത്തുമില്ല, എന്നാൽ ഇങ്ങനെ അരച്ച് വെള്ളം ഒഴിച്ചേർത്ത് ഉപ്പും ഇട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. ചക്കയും ചക്കക്കുരുവും മുരിങ്ങയ്ക്കായും കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. ഇതിലേക്ക് നല്ല വെന്ത പരുവായിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് എടുത്താൽ നമ്മുടെ അവിയൽ റെഡിയായിട്ടുണ്ട്. അടിപൊളി മണമാണ്. പച്ച വെളിച്ചെണ്ണയും ഈ കറിവേപ്പിലയും കൂടെ ഇടുമ്പോൾ അടിപൊളി മണമാണ് വരുന്നത് കേട്ടോ. സൂപ്പർ അവിയൽ തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു മീൻകറി തയ്യാറാക്കാം. അതായത് നല്ല പച്ച കാരൽ ഇട്ടിട്ടുണ്ട്, കുറിച്ചി എന്ന് പറയും നമ്മുടെ നാട്ടിൽ. അതിൽ വെട്ടിക്കഴുകി വൃത്തിയാക്കി അതിൽ മാങ്ങായും പച്ചമുളകും ഉപ്പും ചേർത്തതിന് ശേഷം അരപ്പ് തയ്യാറാക്കാൻ ചുവന്നുള്ളിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒന്ന് ചതച്ച് സ്റ്റൗവിൽ വെച്ച് നല്ല വെള്ളം പറ്റിച്ചെടുത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയിട്ട് എടുത്താൽ അടിപൊളി മീൻകറിയും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറ്, ചക്ക അവിയൽ, പച്ചയരച്ച മീൻ കൂട്ടാൻ, ചക്കപ്പുളിശ്ശേരിയും ഒരൽപ്പം നെല്ലിക്ക അച്ചാർ കൂട്ടി നമുക്ക് കഴിച്ചാലോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും ഇത് തയ്യാറാക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.